ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മിറാന ഡസ്റ്റ് 4 വീൽ ഡ്രൈവ് ആർ സി കാറാണ്. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബർ ആണ് ഗൈസ് ഈ ആർ സി കാറിന്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഗൈസ് ഞാൻ ആമസോണിൽ പോയി നമ്മുടെ ചെക്കനെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു അരമണിക്കൂറിന് മുമ്പ് ഗൈസ് നമ്മുടെ ചെക്കൻ എത്തിയിട്ടുണ്ട്. അവനെ കാണിച്ചു തരാം. ഇതാണ് ഗൈസ് നമുക്ക് ആമസോണിൽ വന്ന പാക്കേജ്. നമുക്ക് ആദ്യം പേപ്പർ കളയാം. ഇതാണ് ഗൈസ് നമ്മുടെ മിറാന ഡസ്റ്റ് 4 വീൽ ഡ്രൈവ് ആർ സി കാർ. 10 കിലോമീറ്റർ പെർ ഹവർ മാക്സിമം സ്പീഡൊക്കെ ഉണ്ടെന്ന് ഗൈസ് പറയുന്നുണ്ട്. പിന്നെ കാറിനെ കുറിച്ച് ഡീറ്റെയിൽസ് ഗൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ വേറെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ആർ സി കാർ ഉണ്ടല്ലോ, ഇത് നമ്മൾ ഇന്ത്യൻ മെയ്ഡ് ആണ്. നമ്മൾ ഇതുവരെ ഒരുപാട് ആർ സി കാർ ഗൈസ് അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചൈനീസ് ബ്രാൻഡ് ആയിരുന്നു. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഗൈസ് നമ്മൾ ഒരു ഇന്ത്യൻ ആർ സി കാർ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഗൈസ് നമുക്ക് ചെക്കനെ പുറത്തേക്ക് എടുക്കാം. ബോക്സ് കുറച്ച് ഡിഫറെന്റ് ആട്ടോ ഗൈസ്, രസമുണ്ട്. കാരണം നമ്മളെ ഡസ്റ്റർ ഓൾ ടെറൈൻ 4 വീൽ ഡ്രൈവ് ആർ സി കാർ നമ്മൾ ഇതുവരെ അൺബോക്സ് ചെയ്ത ബോക്സുകൾ പോലെയല്ല ഗൈസ്, മൊത്തത്തിൽ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഗൈസ് നമ്മുടെ ആർ സി കാർ കേട്ടോ, മിറാന ഡസ്റ്റർ 4 വീൽ ഡ്രൈവ് ആർ സി കാർ. അപ്പൊ നമുക്ക് ആർ സി കാർ ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് അതിന്റെ മുൻപേ ബോക്സിന്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇതാണ് ഗൈസ് ഇതിന്റെ റിമോട്ട് വന്നിട്ട്. പിന്നെ ഇതിന്റെ കൂടെ 2 ബാറ്ററി കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ ഉള്ളതില് ഇതാണ് ഗൈസ് ഇതിന്റെ ചാർജ്. ഇത് സി ടൈപ്പ് ചാർജ് ആണല്ലോ. നമുക്ക് ഫോണിൽ കുത്തിക്കാണ്, ഫോണിന്റെ ചാർജർ കുത്തിക്കട്ടെ. അപ്പൊ പിന്നെ ഇങ്ങനത്തെ ഒരു പേപ്പറും കൂടി ഉണ്ട് ഗൈസ്. പിന്നെ കാറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് ഉള്ളത്. അപ്പൊ നമ്മുടെ കാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലുക്ക് വൈസ് നമ്മുടെ ചെക്കൻ വേറെ ലെവലാട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഗൈസ് നമ്മുടെ കാറിൽ ഒരു എക്സ്ട്രാ ഫിറ്റിങ്സും കൂടി ഉണ്ട്. ഈ കാണുന്ന സംഭവം ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, നമ്മുടെ വണ്ടി ഓടിച്ചിട്ട് നമ്മളെ കല്ലിന്റെ മുകളിലും ചുമരുമൊക്കെ പോയി ഇടിക്കുമല്ലോ, ആ സമയത്ത് നമ്മുടെ സാധാരണ ആർ സി കാറിന്റെ ഗൈസ് ഈ ഭാഗത്തേക്കാണ് ആ പ്രഷർ വരിക. അതിന് പറയും ഗൈസ് ഈ സാധനം ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് അമർത്തിയാൽ മതി. ഇതുണ്ടെങ്കിൽ ഗൈസ് നമ്മുടെ ആർ സി കാർ എവിടെയെങ്കിലും പോയിടിക്കുമ്പോൾ ഇതിന്റെ മുകളിലേക്കാണ് പ്രഷർ വരിക. അത് നല്ലൊരു കാര്യം തോന്നി ഗൈസ്. പിന്നെ നമ്മളെ ആർ സി കാറിന്റെ സൈസ് നിങ്ങൾക്ക് വീഡിയോയിലൂടെ മനസ്സിലാവില്ല. അതിന് വേണ്ടി ഗൈസ് വേറെ 2 ആർ സി കാർ വന്നിട്ടുണ്ട്. ഇവരെ നമുക്ക് അറിയുണ്ടാവും, റോക്ക് മാസ്റ്റർ, ഇത് നമ്മളെ മോൺസ്റ്റർ റോക്ക് റോളർ. അപ്പോൾ ഇവൻ ഏറ്റവും അനിയൻ, അതിന്റെ ചേട്ടനാണ് ഗൈസ് ഇവൻ, അതിന്റെയും ചേട്ടനാണ് ഗൈസ് ഇവൻ. ഇതിന്റെ സൈസ് ഇതിന്റെ കൂടെ വെച്ച് നോക്കുമ്പോൾ ഗൈസ് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും, ഇതിനെക്കാട്ടും സൈസ് കുറവാണ് ഗൈസ് നമ്മുടെ മോൺസ്റ്റർ റോക്ക് റോളർ, അതിനെക്കാട്ടും ചെറുതാണ് ഗൈസ് നമ്മുടെ റോക്ക് മാസ്റ്റർ. അതായത് മൊത്തത്തിൽ വീതിയിലായാലും ഹൈറ്റിലായാലും ഗൈസ് നമ്മളെ മിറാന ഡസ്റ്റർ ആട്ടോ വലിപ്പം കൂടുതൽ ഗൈസ്. അപ്പൊ നമ്മുടെ ആർ സി കാർ ഓൺ ആക്കാൻ വേണ്ടിയിട്ട് ഇവന്റെ മൂട്ടിലായിട്ട് ഈ കാണുന്ന സ്വിച്ച് ജസ്റ്റ് അമർത്തി പിടിച്ചാൽ ഇപ്പൊ ഗൈസ് നമ്മുടെ ആർ സി കാർ ഓൺ ആവണ എന്നാണ് ടയർ തിരിയണത്. നമ്മളെ ഫ്രണ്ടിൽ 2 ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഗൈസ് ബാക്കിലും ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ കാണൂല ഗൈസ്. അപ്പൊ ഇത് രാത്രി ഇവനെ ഓടിച്ച് കാണിച്ചതാ. അപ്പൊ ഗൈസ് വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക. നമ്മുടെ മോൺസ്റ്റർ റോക്ക് റോളറും മിറാന ഡസ്റ്റും തമ്മിൽ ഫൈറ്റും റേസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ റിമോട്ടിന്റെ വർക്കിംഗ് എങ്ങനെ വെച്ചാൽ നമ്മൾ ആദ്യം ഈ കാണുന്ന സ്വിച്ച് ഉണ്ടല്ലോ, ഇത് നമ്മൾ ഓൺ ആക്കുക ഗൈസ്. അപ്പൊ നമ്മുടെ ഈ ആർ സി കാറിന്റെ ഈ കാണുന്ന സ്വിച്ച് ഉണ്ടല്ലോ, ഈ കാണുന്ന സ്വിച്ചാണ് ഗൈസ് നമ്മൾ ആർ സി കാർ ഫ്രണ്ടിലേക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇത് റൈറ്റിക്ക്, അപ്പൊ റൈറ്റിക്ക് പോകും. പിന്നെ ഇത് ലെഫ്റ്റിക്ക്. പിന്നെ ഇത് തന്നെ നമുക്ക് ഇങ്ങനെ ബാക്ക് ആയിക്കഴിഞ്ഞാൽ ഗൈസ് നമ്മൾ ആർ സി കാർ റിവേഴ്സ് വരും. പിന്നെ ഈ കാണുന്ന സ്വിച്ച് ഉണ്ടല്ലോ, ഇത് നമ്മൾ ആർ സി കാറിന്റെ ലൈറ്റ് ആണ് ഗൈസ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഓൺ ആക്കാം, ഓഫ് ആക്കാം കേട്ടോ. പിന്നെ ഇതാണ് ഗൈസ് നമ്മുടെ ആർ സി കാറിന്റെ മെയിൻ സ്വിച്ച് ഗൈസ്. നമ്മൾ ആർ സി കാർ സ്പീഡിൽ പോണത് ഗൈസ്. അപ്പം നമ്മുടെ ആർ സി കാറിന്റെ തൈ കാണുന്ന സ്വിച്ച് അമർത്താൻ പോട്ടെ. ഇനി പോണ പോക്ക് ഗൈസ് കണ്ടോട്ടോ. ഗൈസ് നമ്മൾ അടുത്തതായി ചെയ്യാൻ പോണത് റേഞ്ച് ടെസ്റ്റ് ആണ്. നമ്മുടെ ആർ സി കാർ എത്രത്തോളം ലോങ് നമുക്ക് ഇവനെ ഓടിക്കാൻ പറ്റുമെന്ന് നോക്കി നോക്കാം. ഞാൻ നമ്മുടെ ചെക്കനെ അവിടെ നിന്ന് ഓടിക്കാൻ തുടങ്ങിയിട്ട് നമ്മുടെ മോൺസ്റ്റർ റോക്ക് റോളർ പോയ പോലെ ഒരുപാട് ദൂരമൊക്കെ പോകുന്ന വിചാരിച്ചത്. പക്ഷെ നമ്മുടെ ചെക്കൻ കുറച്ച് മുൻപോട്ട് പോയി കഴിഞ്ഞപ്പോ അവന്റെ റിമോട്ടിൽ റേഞ്ച് കിട്ടാത്തതുകൊണ്ട് പിന്നീട് മുൻപോട്ട് പോവാതെ ആയി. അടുത്ത ടെസ്റ്റ് ഫൈറ്റ് ടെസ്റ്റ് ആയിരുന്നു. നമ്മുടെ മിറാന ഡസ്റ്റർ നമ്മുടെ റോക്ക് റോളറിന്റെ മുകളിലേക്ക് ഇടിച്ചൊരു കയറ്റലായിരുന്നു. പിന്നീട് നമ്മുടെ മോൺസ്റ്റർ റോക്ക് റോളർ നമ്മുടെ മിറാന ഡസ്റ്ററിനെ ഒരു കൊണ്ടുപോലായിരുന്നു കേട്ടോ. നമ്മുടെ പിള്ളേർക്ക് ഒരവസരം കൂടി കൊടുത്തു. 2ാമത്തെ പ്രാവശ്യം 2 ആളും കട്ടക്കനെ പിടിച്ചു. 2 ആളും അങ്ങോട്ടും ഇങ്ങോട്ടും വിടില്ല എന്നൊരു മട്ടിലായിരുന്നു ഗൈസ്. അപ്പൊ അവിടെ 2 ആർ സി കാറുകൾ തമ്മിൽ മത്സരിക്കാൻ പോവാണ്. ഇവിടുന്ന് ഗൈസ് നമ്മുടെ ആർ സി കാറിനെ ഓടിച്ചിട്ട് ഓടിച്ചു ഗൈസ് ഈ കാണുന്ന പൈപ്പിന്റെ അവിടെ ഗൈസ് ആരാണ് ആദ്യം എത്തുന്നത് അവര് ജയിക്കും. 3, 2, 1, go! എന്റെ മോനെ മിറാന ഡസ്റ്റർ റോക്ക് റോളറിന്റെ മുകളിൽ കേറി വന്നിട്ട് ഫിനിഷ് ചെയ്തിരിക്കുക ഗൈസ്. വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് ഉണ്ടാക്കുക, എനിക്കതൊരു മോട്ടിവേഷൻ ആവും ഗൈസ്. നമ്മുടെ മിറാന ഡസ്റ്റർ രാത്രി വേറെ വൈബാട്ടാ, ഒരു രക്ഷയില്ല. പക്ഷെ നമുക്കൊരു പണി കിട്ടി ഗൈസ്. നമ്മുടെ ലൈറ്റിന്റെ ഫ്രണ്ടിൽ ഒരു ലൈറ്റേ കത്തുന്നുള്ളൂ, ഒന്ന് കത്തുന്നില്ല ഗൈസ്. പിന്നെ നമ്മുടെ ബാക്കിൽ 2 ലൈറ്റും കത്തുന്നുണ്ട്. അത് ഒന്നും കൂടി കത്തിയിരുന്നെങ്കിൽ ഗൈസ് അടിപൊളിയായിരുന്നു, നമുക്ക് രാത്രി ഓടിക്കാം. അപ്പൊ ഈ കാണാൻ നമ്മുടെ ചെക്കനെ കൊണ്ട് ഈ കാണാൻ ടൈൽസിന്റെ മുകളിൽ കൂടെ നമ്മൾ ജമ്പ് ചെയ്ത് നോക്കാൻ പോവാണ്. അടുത്ത ടെസ്റ്റ് വടംവലിയായിരുന്നു. ആദ്യമൊക്കെ 2 ആളും കട്ടക്ക് പിടിച്ചു.
പിന്നീട് നമ്മുടെ മിറാന ഡസ്റ്റർ നമ്മുടെ റോക്ക് റോളറിനെ ഒരു കൊണ്ടുപോലെ നിൽക്കാം ഗൈസ്. ഈ ഒരു ആർസിക്കാരന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. നമ്മൾ ഇതുവരെ ചെയ്ത ആർസിക്കാരൊക്കെ ഗൈസ് 20 മിനിറ്റ് ആണ് നമുക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ ചാർജ് തെച്ച് കഴിഞ്ഞാൽ പ്ലെയിൻ ടൈം. പക്ഷെ ഈ ആർസിക്കാർ ഗൈസ് 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ ഗൈസ് ചാർജ് കിട്ടുന്നുണ്ട്. അടുത്ത ടെസ്റ്റ് നമ്മുടെ മിറാന ഡസ്റ്ററിനെ കൊണ്ട് നമ്മുടെ റോക്ക് റോളറിനെ വലിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ നോക്കി. അവൻ ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് നമ്മുടെ റോക്ക് റോളറിനെ വലിച്ചു കൊണ്ടുപോകുന്നത് ഗൈസ്. നമ്മുടെ ആർസിക്കാരന്റെ ഒരു കാര്യം പറയാൻ മറന്നു ഗൈസ്. അതായത് നമ്മുടെ ആർസിക്കാരന്റെ ടയർ നോക്കി ഗൈസ്, നല്ല സോഫ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഗൈസ് നല്ല കല്ലിന്റെ മുകളിൽ കൂടെ ഒക്കെ നന്നായിട്ട് നമുക്ക് ചെക്കനെ ഓടിക്കാൻ പറ്റൂട്ടാ. ഗൈസ് അപ്പൊ ഇത് വാങ്ങിച്ചത് 2000 രൂപയ്ക്ക് കേട്ടാ. അപ്പൊ ഇതായിരിക്കും വാങ്ങിക്കുകയാണെങ്കിൽ ഗൈസ് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് ചെയ്തത് ഹാദിൽ, ഷയാൻ, ആഷിൻ, ആരോമൽ രവീന്ദ്രൻ, മുഹമ്മദ് ഗിലാസ്, ഭൂപതി ബി ധനേശൻ, റാസ്മിൽ, ഹാൽബിൻ, ഇഷാൻ, ശ്രീഹരി. അപ്പൊ നമ്മുടെ മോൺസ്റ്റർ റോക്ക് റോളറിനെയാണോ നമ്മുടെ മിറാന ഡസ്റ്ററിനെയാണോ ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഒന്ന് താഴെ കമന്റ് ചെയ്തേക്ക്. അതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ പേരും കൂടി കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ പേര് പറയുന്നതായിരിക്കും.